ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുഭാഷ് പെണ്ണ് കാണാൻ പോയ പെണ്ണുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ആ കുട്ടിയാണെങ്കിൽ അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷേ സുഭാഷ് ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഇയാൾ അധികം സംസാരിക്കാത്ത പ്രകൃതാണോ എന്ന്. അതിനവനൊരു മറുപടിയും പറയുന്നില്ല. അപ്പോൾ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ചോദിച്ചത് കേട്ടില്ലേ, സുഭാഷ് അധികം സംസാരിക്കാത്ത ആളാണോ എന്ന്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞാനങ്ങനെ അടുത്ത് പരിചയമുള്ളവരോട് മാത്രം സംസാരിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, സുഭാഷ് അധികം സംസാരിക്കാത്ത പ്രകൃതമാണെന്നുള്ളത്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, സുഭാഷിന് എന്തൊക്കെയാണ് ഇഷ്ടം. അപ്പം അവൻ പറയാണ്, എനിക്ക് എൻ്റെ വീട്ടുകാരെയും വീടും ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അതല്ല ചോദിച്ചത്, വ്യക്തിപരമായ ഇഷ്ടമാണ്, അങ്ങനത്തെ ഇഷ്ടങ്ങളൊന്നും ഇല്ലേ. അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, സുഭാഷിന് എന്നോടൊന്നും ചോദിക്കാനില്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ചോദിക്കാം, നീ ആദ്യം ചോദിക്കുന്നത്. അങ്ങനെ പിന്നെ അവർ ഒരുപാട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പിന്നീട് ചോദിക്കാമല്ലോ. അപ്പോൾ അവൾ എന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് കേട്ടോ, പൂമുഖത്തേക്ക്. അവരെ കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പം സുധീഷ് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ സംസാരിച്ചില്ലേ എന്നുള്ളത്. അത് കേട്ടപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചു, പക്ഷേ സുഭാഷ് ഏട്ടൻ അധികം സംസാരിച്ചിട്ടില്ല കേട്ടോ എന്ന്. അപ്പോൾ നിധി പറയാണ്, സുഭാഷ് ഏട്ടൻ അങ്ങനെയാണ്, അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായെന്ന്. അപ്പോഴാണ് അവരുടെ മാമൻ പറയുന്നത്, അവളുടെ മാമൻ പറയുന്നത്, അധികം സംസാരിക്കാത്ത ഭർത്താക്കന്മാർക്ക് നല്ല സ്നേഹം ഉണ്ടാവും എന്നാണ് പറയാറ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ് കേട്ടോ മാമൻ പറഞ്ഞത് കേട്ടപ്പോൾ. അങ്ങനെ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പണ്ടത്തെ ഏർപ്പാടല്ലേ പെട്ടെന്ന് കല്യാണം കഴിക്കാന്നുള്ളത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. സുഭാഷ് അധികം സംസാരിക്കാത്ത ആളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയം അവർക്ക് കൊടുക്കാം. അവർ പരിചയപ്പെട്ട് സ്നേഹിക്കട്ടെ, അവർ രണ്ടുപേരും കൂടെ ഫോണിൽ സംസാരിച്ചിട്ട് അടുക്കട്ടെ, എന്നിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം നടത്താം. അതുപോലെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും സന്തോഷിച്ചിട്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നിധീൻ്റെ ഫോണിലേക്ക് സാന്ദ്ര വിളിക്കുന്നതാണ്. അപ്പോൾ നിധി കോള് എടുക്കുന്നുണ്ട്, അങ്ങനെ എടുത്തി പറയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാന്ദ്ര പറയണേ, ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നീ എവിടെയായിരുന്നു. അപ്പോൾ നിധി പറയാണ്, ഞാൻ പുറത്ത് പോയതായിരുന്നു എടുത്തി, പിന്നെയാണ് ഫോൺ കണ്ടത്. അപ്പോൾ പിന്നെ തിരിച്ച് വിളിക്കുമ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഞാൻ അന്നത്തെ ദേഷ്യത്തിന് പറഞ്ഞതാട്ടോ, നിങ്ങളുടെ ഭർത്താവിനോടുള്ള ദേഷ്യത്തിന്, അല്ലാണ്ട് ഇടത്തിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ നിധി പറയുന്നുണ്ട്. അപ്പോൾ സാന്ദ്ര ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട് പോയെന്നാണ് നീ പറയുന്നത്. അത് ഞങ്ങളെല്ലാവരും കൂടെ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആര്. അത് അച്ഛനും ഞങ്ങൾ ഫാമിലിയും പുറത്തു പോയതാ. മോളെ നീ എന്തൊക്കെയായി പറയുന്നത്, ഫാമിലി, അച്ഛൻ, നിനക്ക് എന്താ പറ്റിയത്, നിൻ്റെ ഫാമിലി അല്ലല്ലോ. അത് കേട്ടപ്പോൾ നിധിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, പിന്നെ അടുത്ത് എൻ്റെ ഫാമിലി ഏതാ, അതൊന്ന് പറയാം, എനിക്ക് വേറെ ഫാമിലി ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് വരുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല, അവരെന്നെ ഒഴിവാക്കിയതല്ലേ, പിന്നെ എൻ്റെ ഫാമിലി അതല്ലല്ലോ. അത് കേട്ടപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, മോളെ നീ എന്തൊക്കെയായി പറയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിൻ്റെ ഫാമിലി ആവാതിരിക്കുമോ, ഇതല്ലേ നിൻ്റെ കുടുംബം, നീ എന്തൊക്കെയായി പറയുന്നത്. പിന്നെ നിധി പറയുന്നുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എടുത്തി, ഞാൻ വേറൊരു കാര്യം പറയാം. ഞങ്ങളൊന്ന് പോയത് സുധീഷിൻ്റെ ഏട്ടനില്ലേ, സുഭാഷ് ഏട്ടന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ടാ. അപ്പോൾ സാന്ദ്ര ഷോക്കാവുന്നുണ്ട് കേട്ടോ. നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത്, നീ കൂടെ പോയോ. ആ എടുത്തി, ഞാൻ കൂടെ പോയി, ഞാനാണ് ഓർഗനൈസ് ചെയ്തത്. അപ്പം സാന്ദ്ര പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിനക്ക് എന്താ ചെയ്യുന്നത് വല്ല ബോധമുണ്ടോ, നീ എന്താ അവിടെ പോയിട്ട് കാട്ടിക്കൂട്ടുന്നത്, ലാസ്റ്റ് ഇത് ഗതിക്കാനുള്ള ഇട വരുത്തരുത്. ഇടത്തേക്ക് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ല. സുഭാഷ് ഏട്ടനെ കാണുമ്പോൾ എനിക്കൊരു ബ്രദർ ഫീലിംഗ് ആണ്, എന്തൊരു സ്നേഹമെന്ന് പറയും എന്നോട്, ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സുഭാഷ് ഏട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് പോലും. സുഭാഷ് ഏട്ടൻ ഒരുപാട് നാളെ കല്യാണം നോക്കുന്നു, ഇവരെല്ലാവരും നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയായില്ല. അപ്പം ഞാൻ മുൻകൈ എടുത്തിട്ട് മാട്രിമോണിയിൽ കൊടുത്തു, അങ്ങനെ വന്ന ബന്ധാണിത്. പക്ഷേ നിധി, നിൻ്റെ ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത പോലെയാണല്ലോ. അവരെ പറ്റി മോശമായിട്ടല്ല നാട്ടുകാരെല്ലാവരും പറയുന്നത്. അത് കേട്ടപ്പോൾ നിധിക്കൊന്ന് ദേഷ്യം വന്നിട്ട് നിധി പറയുന്നുണ്ട്, നാട്ടുകാർ പറയുന്ന പോലെയാണോ എടുത്തി കാര്യങ്ങൾ, നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കല്ലേ, അങ്ങനെയൊന്നുമല്ല, ഞാനിവിടെ നിൽക്കുന്നില്ലേ. നാട്ടുകാർ പറയുന്ന പോലത്തെ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഇല്ല, എല്ലാവർക്കും നല്ല സ്നേഹം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ സാന്ദ്ര കുറച്ചൊന്ന് ചൊടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിധി, നീ സ്ഥിരതാമസം അവിടെ ആക്കുന്ന പോലെയാണല്ലോ നിൻ്റെ സംസാരം. എടുത്തി അവരെ പറ്റി പറയാൻ ഈ ഒരു ഫോൺ കോൾ കൊണ്ട് മതിയാവില്ല, കുറേ സമയം വേണം അവരെ പറ്റി പറയാൻ. അവർ നല്ലവരാണ് എടുത്തി, അവർക്ക് നല്ലത് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് സത്യമാണ്. ഇത്രയും കാലം ഇവിടെ പെണ്ണ് വാഴില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാവരും അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കല്യാണം മുടങ്ങിയതും അതുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാനുണ്ടല്ലോ, അതുകൊണ്ട് ആ ചീത്തപ്പേര് മാറണമെന്ന് എനിക്ക് തോന്നി, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കണമെന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചീത്തപ്പേര് അവർക്ക് വീണ്ടും വരും, ഇവർക്ക് എല്ലാവർക്കും വിഷമാവും, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എടുത്തി. നിധി, ഇത് നിൻ്റെ വീടല്ലല്ലോ, പിന്നെ നീ എന്താ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നീ അവിടെ നന്നാക്കാൻ പോവാണോ. എടുത്തി, എൻ്റെ ലൈഫിൽ വലിയൊരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിന്നവരാണ് അവർ, അപ്പോൾ അവർക്ക് നല്ലതിന് വേണ്ടി ഞാനും അവരുടെ കൂടെ നിൽക്കണ്ടേ, അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇവിടേക്കൊരു പെൺകുട്ടി വരണം, എങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എടുത്ത്, ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അല്ലെങ്കിൽ ഇവരെല്ലാവരും പഴയ പോലെയാവും, ഇവർക്ക് ഭയങ്കര വിഷമമാവും, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു കുട്ടി ഇങ്ങോട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സുഭാഷ് ഏട്ടൻ്റെ കൂടെ പെണ്ണ് കാണാനൊക്കെ പോയത്. നീ നിൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിധി ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്കിതൊക്കെ ഇഷ്ടമാണ് എടുത്തി, ഇനി മതി, ഫോൺ വെച്ചേക്ക്, നിങ്ങളുടെ ഭർത്താവേറ്റ കണ്ട് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിധി കോൾ കട്ട് ചെയ്യാണ്.